കഴിഞ്ഞ ദിവസം അമ്മയും കൊണ്ട് ഞാൻ തിരുനെൽവേലി ഹോസ്പിറ്റലിൽ കണ്ണിൻ്റെ ഡോക്ടറിനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴി തെങ്കാശിയിലെത്തിയിട്ടാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ബസ് കയറി ഞങ്ങൾ ഹരിപ്പാടോട്ട് എത്തുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബസ്സിൽ കയറിയപ്പം ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോയിൽ ഫുള്ള് കാണാൻ പറ്റുന്നത്. തലേ ദിവസം ട്രെയിനാണ് എത്തിയത്. അപ്പോഴേ നല്ല മഴയുണ്ടായിരുന്നു, നിർത്താത്ത മഴ. ആ ഒരു രാത്രി കൊണ്ട് പെയ്ത മഴയ്ക്ക് തിരുനെൽവേലി തെങ്കാശി റോഡിലുണ്ടായ വെള്ളപ്പൊക്കമാണ് അതായി കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമൊന്നും വലിയ പേടിയൊന്നും തോന്നിയില്ല. പക്ഷേ പതുക്കെ ഈ വെള്ളത്തിൻ്റെ ആ ഒരു കയറ്റം കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി. കാരണം നമ്മൾ കേരളത്തിലുള്ളവർക്ക് സ്ഥിരമായിട്ട് ഈ വെള്ളപ്പൊക്കം, മഴ ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ലല്ലോ. 2 ദിവസം കഴിയുമ്പം വെള്ളം അങ്ങ് ഇറങ്ങും, പിന്നെ നമ്മൾ നോർമൽ ലൈഫിലോട്ട് പോകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ ഒരു രാത്രി കൊണ്ട് പെയ്ത മഴ ഇത്രത്തോളം അവിടെ ഒരു പ്രത്യേക അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. കാരണം റോഡും അവരുടെ കൃഷിസ്ഥലവും വീടും അതുപോലെ തന്നെ എല്ലാം ഫുൾ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി. ഈ വെള്ളം അവർ പറയുന്നത് വെള്ളം വളരെ പതുക്കെ മാത്രമേ താഴത്തുള്ളൂ. നമ്മുടെ കേരളത്തിലെ പോലുള്ള മണ്ണല്ല അവിടെ. അതുകൊണ്ട് വെള്ളം താഴ്ന്നു പോകാൻ വളരെ സമയമെടുക്കുമെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷേ മഴ ഇത്രയും പിന്നെയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്ന്. തിരുനെൽവേലിയിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പുനലൂർ ബസ്സിനോ അതുപോലെ തന്നെ കായംകുളം ബസ്സിനോ എത്തിക്കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നമ്മൾ ഓരോ ബസ് കിട്ടി നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പായിപ്പോയി. അപ്പോൾ സ്റ്റോപ്പായിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെ ഇവിടെ മിക്കവാറും തമിഴ്നാട്ടിൽ ഇറങ്ങേണ്ടി വരും, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തും എന്നൊക്കെ വിചാരിച്ച് സകലമാന ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ബസ്സിലിരിക്കുക അമ്മയും ഞാൻ. പക്ഷേ ഒരു കണക്കിന് ഞങ്ങൾ തെങ്കാശിയിലെത്തി. തെങ്കാശിയിൽ നിന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കായംകുളം ബസ് കിട്ടി. പിന്നെ അവിടുന്ന് ഹരിപ്പാടിന് ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് അവർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കി അവരുടെ കൃഷിസ്ഥലങ്ങളും അവരുടെ എല്ലാ വീടുകളും എല്ലാം വെള്ളത്തിന് അടിയിലായി എന്ന് കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി. ഇത് മഴയില്ലാത്തപ്പം ഇവിടെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. മഴയില്ലാത്തപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിലേക്കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒറ്റ മഴ മതി എല്ലാം തീരാൻ. ഓക്കെ, ബൈ.